ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നമ്മളെ ഇട്ടേച്ചു പോയി, നമ്മളെ വേണ്ടാന്നാണ് പറയുന്നത്. ഇനി നമ്മളുമായിട്ട് ഒരു ലൈഫ് ഉണ്ടാവത്തില്ല, ഒരു പ്രതീക്ഷയും വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബ്രേക്കപ്പായി പോയി എന്ന് പറയാറുണ്ട്. ഇനി അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലോ ഓഫ് അട്രാക്ഷനിൽ അതിന് പറ്റിയ എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സിൻ്റെ മൈൻഡ് മാറുകയും അവർ പുതിയ ഒരാളായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. 6 സ്റ്റെപ്സുകൾ അല്ലെങ്കിൽ 6 ടെക്നിക്കുകൾ. എക്സിനെ വീണ്ടും കാണുന്ന ആളുകൾ അപ്ലൈ ചെയ്യേണ്ട 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിനെ തീരെ കാണാൻ കഴിയാത്ത ആളുകൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമ്പോഴാണ് നിങ്ങൾക്ക് എവിടെയാണ് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക്കുകളാണ് വേണ്ടതെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വാനിഷ് ആവുക എന്നുള്ളതാണ്. വാനിഷ് ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. മാറി നിൽക്കുക, ഒരിക്കലും അവരെ കാണാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അതൊന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ചു കാലത്തേക്ക് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുക, നോ കോണ്ടാക്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പല വീഡിയോസിലും ഞാൻ ഇത് തന്നെ എടുത്തെടുത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അത് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സുഹൃത്തുക്കളായിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, 2 പേര് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ കാണാതാവുക, യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് അവരെ മിസ് ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മിസ് ചെയ്യോ? ഇല്ല. അപ്പോൾ അങ്ങനെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വാനിഷ് ആവുക അവരുടെ ലൈഫിൽ നിന്ന്. അപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം നമ്മളവിടെ കൊടുക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടണം, അത് ഓവർ തിങ്കിങ് ആയിട്ട് മാറണം, അവർക്ക് നമ്മളോടൊരു ഫീലിങ്സ് ഉണ്ടാവണം, തിരിച്ചു വരാനുള്ളൊരു ആഗ്രഹം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആ നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. വാനിഷ് ആവുക അവരുടെ ലൈഫിൽ നിന്നും എല്ലാ വിധത്തിലും. ചില കേസുകളിൽ സാറേ കാണാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തടുത്ത വീടാണ്, ഒരേ സ്ഥലത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സെയിം റൂട്ടാണ്, അങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. എന്താണെങ്കിലും അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ടിപ്സുകൾ കൂടി വരുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുക, വാനിഷ് ആവാൻ നോക്കുക. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തുടർന്ന് വരുന്ന സ്റ്റെപ്പുകളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ടാപ്പ് ഇൻ ടു ദെയർ ഫോമോ എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. ടാപ്പ് ഇൻ ടു ദെയർ ഫോമോ. ഈ ഫോമോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒതുങ്ങിക്കൂടി വീട്ടിലിരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളോട് കൂടിയിട്ട് എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസ് ഇടുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവർ കാണും, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കണ്ട് അവരോട് പറയും. അവരിലോട്ട് ആ ഒരു ഇൻഫർമേഷൻ എത്തും. നിങ്ങൾ പുറത്തുണ്ട്, നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ല. ചില ആളുകൾ ചിന്തിക്കുന്ന വിഷമവും കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞാലാണ് തിരിച്ചു വരിക എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മളവിടെ കുറച്ചു വളഞ്ഞ രീതിയിലുള്ള ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അവരുടെ മൈൻഡ് ചേഞ്ച് ആയിട്ട് തിരിച്ചു വരത്തുള്ളൂ. അവർക്കൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാക്കി കൊടുക്കണം. അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഫോമോ എന്ന് പറയുന്ന ടെക്നിക്ക് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് പറയുന്നത്. പുറത്ത് നമ്മൾ എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക, സുഹൃത്തുക്കളോട് ടൈം സ്പെൻഡ് ചെയ്യുക, ഫോട്ടോസ് ഇടുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാങ്ങിങ് വിത്ത് യുവർ ന്യൂ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓൾഡ് ഫ്രണ്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോമൺ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുമായിട്ടുള്ള കോണ്ടാക്റ്റും ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ ഡെയിലി കാണുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആയതിനു ശേഷവും
നിങ്ങൾ ജസ്റ്റ് അവരെ സ്നേഹത്തോടു കൂടി നോക്കുക, ഫ്ലേർട്ട് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് ടച്ച് ചെയ്യുക. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ടച്ച്, കയ്യിൽ ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അടുത്തിരിക്കുമ്പോൾ ചേർന്നിരിക്കുന്നതോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു ബ്രേക്കപ്പ് ആയി എങ്കിൽ കൂടി ഒരു സെക്ഷൽ ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേക്കപ്പിന് ശേഷവും ആ ഒരു ഫ്ലേട്ടിങ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടച്ച്, ചെറിയ രീതിയിലുള്ള ടച്ചസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അവർക്കൊരു ടെൻഷൻ ഐ മീൻ സെക്ഷൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പയറ്റി നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് യൂസ് ജലസി ടു യുവർ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. അഥവാ പല ആളുകൾക്കുള്ള ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത്, അല്ലേ? അത് എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ മറ്റൊരാളോട് കൂടി കൂട്ടുകൂടുക, അവരോട് കൂടുതലായിട്ട് സംസാരിക്കുക, അവരോട് കൂടുതലായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. അത് എസ്പെഷ്യലി നമ്മൾ അറിയുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്തരത്തിൽ ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കോമൺ ഫ്രണ്ട്സ് ആവാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ആയാലും കുഴപ്പമില്ല, അവരോട് നിങ്ങളൊരു ജസ്റ്റ് ഒരു ഇഷ്ടം കാണിക്കുക, അടുപ്പം കാണിക്കുക, അവിടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സെലിബ്രേഷനിൽ കൂടുക. അങ്ങനെ അവരെ സംശയിപ്പിക്കുന്ന, അവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് എടുത്തിട്ടും അതുപോലെ തന്നെ അങ്ങനെ പെരുമാറിയിട്ടുമൊക്കെ ഇപ്പോൾ നേരിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ വേറെ ആളുകളെ നന്നായിട്ട് മൈൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു അസൂയ എന്ന് പറയുന്ന ഒരു സംഭവം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സിൻ്റെ മൈൻഡിനെ ചേഞ്ച് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളഞ്ഞ ബുദ്ധികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അവരുടെ മൈൻഡിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് വരും. അവർക്ക് കിട്ടാതെ ആകുമ്പോൾ, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാണ്ടാവുമ്പോൾ, നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ ആവുമ്പോൾ വളരെയധികം ചേസിങ് കൂടും എന്നുള്ളതാണ്. സോ അത് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കും, നമുക്ക് ഒരു അട്രാക്ഷൻ പവർ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ്. ഈ കോഴ്സിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുക. പിന്നെ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ കൂടി, എഫേർട്ട് മീൻസ് നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുക, ഇടപഴകുക, ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു എങ്കിൽ നിങ്ങളുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും മിസ്സിങ്ങും ഒക്കെ ഫീൽ കൊണ്ടുവന്നുകൊണ്ട് അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, ഇങ്ങോട്ട് നിങ്ങളെ തേടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് വരുത്താനുള്ള ധാരാളം ടെക്നിക്കുകൾ, എനർജി ലെവലിലുള്ള ടെക്നിക്കുകളൊക്കെ നമുക്കുണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പരിശീലനമുണ്ട്. നിങ്ങളെ മെൻ്റലി അപ്പാക്കാനും ഒക്കെ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ അത് 21 ദിവസത്തെ പ്രോസസ്സാണ്. അതിലോട്ട് എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. ചെറിയൊരു ഫീസ് വരുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങളോട് ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഭയങ്കര സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പം തന്നെ അതിലോട്ട് എൻ്റർ ആവുക. ഓക്കെ, അല്ലാത്ത ആളുകൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി, അത്ര എമർജൻസി ഇല്ലാത്ത ആളുകൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതാണ്. വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ആദ്യം തന്നെ മൈൻഡിനെ കാമാക്കിയതിന് ശേഷം വേണം, കുറച്ച് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം രാത്രി കിടക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതെന്തും ആവാട്ടോ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒന്നിച്ചതിന് ശേഷം ഹഗ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതാവാം. അത് നിങ്ങളുടെ 5 സെൻസസ് കൊണ്ട് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിൽ അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡിനെ കാമാക്കി ഈ ഒരു വിഷ്വലൈസേഷൻ 5 സെൻസസ് വെച്ച് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിൽ ചിത്രവൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണോ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ വളരെയധികം സ്പീഡപ്പ് ആകത്തുള്ളൂ. വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഞാൻ വളരെയധികം ഭംഗിയുള്ള വ്യക്തിയാണ്, അതുപോലെ തന്നെ എന്നോട് അവൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതിനെ നേരെ തിരിച്ച് പോസിറ്റീവാക്കി മാറ്റിയിട്ട് അത് അഫേം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നിരന്തരം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കൂട്ടി
കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നതും ആ വിശ്വാസം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരിക കൂടി ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ടെക്നിക്കുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ എക്സിനെ നമ്മുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല, 100% ഗ്യാരണ്ടിയാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. അത് ലഭിക്കുന്നത് വഴി നിങ്ങളുടെ ആ ഒരു എക്സിനെ അട്രാക്റ്റ് ചെയ്യുകയും മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്തിക ജീവിതമോ അല്ലെങ്കിൽ ഒരു ലവ് ലൈഫോ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വരും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത്തരം മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആളുകളെ കുറിച്ച് നമുക്കറിയാം, അതുപോലെ തന്നെ നിങ്ങൾക്കും അറിയാം. ഭയങ്കര മെൻ്റലി വീക്കായിരിക്കും. അവർ എന്താ ചെയ്യാന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്ന ആളുകളുണ്ട്, സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നതും ബ്രേക്കപ്പ് എന്ന് പറയുന്നതും ഒക്കെ, പ്രണയത്തിന് പ്രശ്നമല്ല, അതല്ല ഞാൻ പറയുന്നത്, ബ്രേക്കപ്പ് ആകുമ്പോഴൊക്കെ മാനസികമായിട്ട് വളരെയധികം തകരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. സോ അത്തരം സിറ്റുവേഷൻസിൽ നിന്ന് നമുക്ക് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു നന്മ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന വീഡിയോസിൽ ആ ടോപ്പിക്കുകൾ എടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.